ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഇന്നൊരു വലിയ നേട്ടത്തിൻ്റെ നിറവിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനാണ്. അതുമാത്രമല്ല, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. എങ്ങനെയാണ് ഇത്ര വലിയൊരു നേട്ടം കൈവരിച്ചു? വളരെ അഭിമാനം. കേരളത്തിന് ഇന്ത്യയിൽ 5ാം സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതല്ല. അത് വളരെ വളരെ വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്? ഇതിന് പ്രധാനമായിട്ടും അവർ പരിഗണിച്ചിട്ടുള്ള വിഷയങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, നിലവിലുള്ള കേസുകളുടെ അന്വേഷണ പുരോഗതി, അതുപോലെ കുറ്റകൃത്യങ്ങൾ തടയാൻ എടുക്കുന്ന നടപടികൾ, അതുപോലെ പബ്ലിക്കിന് എന്തെല്ലാം സർവീസസാണ് പബ്ലിക്കിന് കിട്ടുന്ന സർവീസസ് ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നത്, ആ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവലോകനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ റെസ്പോൺസും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കടക്കം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പർട്ടിക്കുലർ സീറ്റും, അതുപോലെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും, അവരെ ഏറ്റവും മുൻഗണന അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 5.5 പഞ്ചായത്ത് വരുന്ന പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ പരിധി എന്ന് പറയുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പരാതികളുടെ എണ്ണവും അത്രയുമാണ്. അപ്പോൾ ഓരോ പരാതിക്കും ഏറ്റവും വേഗത്തിൽ, അതാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വേഗത്തിൽ ഞങ്ങൾക്ക് റെസ്പോൺസ് ചെയ്തുകൊണ്ട് പരാതി പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. നേട്ടം ഒരു വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണല്ലേ ഇത്? കൂടുതൽ ഊർജ്ജസ്വലമായി ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു കടപ്പാട് ഈ സമൂഹത്തോട് ഞങ്ങൾക്ക് തരുന്ന, ഒന്നുകൂടി ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു നേട്ടം ഇനി എന്നും ഇവർക്ക് നിലനിർത്താൻ കഴിയട്ടെ. മനോജ് മാടശ്ശേരിക്കൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ VS നമുക്കുണ്ട്. ഗൂഗിൾ എല്ലാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിലെ വേഗം ഒക്കെ, അതിനൊപ്പം തന്നെ പെരുമാറ്റ രീതി കൂടി കൃത്യമായി ഈ കാര്യങ്ങളിലൊക്കെ പരിഗണിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും പലയിടത്തും പോലീസ് സ്റ്റേഷനിലെത്തിയാൽ മോശം പെരുമാറ്റം ഏൽക്കേണ്ടി വന്നു എന്നൊക്കെ പരാതികൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരാതി പോലും കേൾക്കാതെ ഒരു സ്റ്റേഷൻ പ്രവർത്തിച്ചു പോവുക, ആളുകളുടെയൊക്കെ ഒരു അഭയകേന്ദ്രമായി മാറുക എന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം അല്ലേ? അതായത് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ പദവിക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വലിയൊരു പരിശോധന നടത്തി സ്റ്റേഷനും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ജനങ്ങളിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കും. എന്താണ് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം സ്റ്റേഷനെ കുറിച്ച് എങ്ങനെയാണ്, ഇവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണോ ഉണ്ടായത്, അങ്ങനെയുള്ള നിരവധി ആളുകളുടെ അഭിപ്രായമൊക്കെ എടുക്കും. അതിനുശേഷമാണ് ഈ പുരസ്കാരം നൽകുക. ഞാൻ അവിടെ ചെന്നപ്പോൾ, ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ച അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച വളരെ ഭിന്നശേഷി സൗഹൃദമാണ്. ഒരു വീൽ ചെയറിൽ വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് സ്റ്റേഷനിലകത്തേക്ക് എത്താനും ആ കാര്യങ്ങൾ നടത്താനും കഴിയും. അതിന് മുന്നിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനിരുന്ന് അത് ആവശ്യമായ ഗൈഡൻസുകളൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ പല സ്റ്റേഷനുകളിലും നമ്മൾ കാണാറുള്ള ഒരു കാഴ്ച, ഏതെങ്കിലും കേസിൽപ്പെട്ട് നിരവധി വാഹനങ്ങൾ കിടക്കുകയാണ്. ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാനില്ല. വളരെ പെട്ടെന്ന് തന്നെ അവിടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട വരുന്ന വാഹനങ്ങളൊക്കെ അത് പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെതായുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രത്യേകത കൂടി ആ പോലീസ് സ്റ്റേഷനുണ്ട്. അങ്ങനെ വളരെ അതിവേഗം ഓരോ കേസുകളും കൈകാര്യം ചെയ്യുന്നു. അത് ഈ ഒരു പ്രധാന വിഷയം ആയി തന്നെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ചെന്നാലും അറിയാം. കാരണം ആ രീതിയിലുള്ള വാഹനങ്ങളോ ഒന്നും തന്നെ അവിടെ കിടക്കുന്നില്ല. ഭിന്നശേഷിക്കാർക്ക് വളരെ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷമാണ്. കേന്ദ്ര ആഭ്യന്തര ഗൂഗിൾ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ? പലയിടത്തും ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാറില്ല. എന്തായാലും കൂടുതൽ മികവോടെ ഈ ആലത്തൂർ സ്റ്റേഷനെ മാതൃകയാക്കാൻ നമ്മുടെ കേരളത്തിലെ മറ്റ് സ്റ്റേഷനുകൾ കൂടി കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി ഗൂഗിളെ.